നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് ഇനി ഒരിക്കലും മിസ്സാവില്ല. ഇപ്പോൾ C5 കാണും നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് തികച്ചും സൗജന്യമായി. നമ്മുടെ പപ്പയെ കൊണ്ട് അമ്മയെന്നൊന്ന് വിളിപ്പിക്കണ്ടേ? അത് കേൾക്കാനുള്ള ആഗ്രഹം തനിക്കില്ലേ? ഇല്ലേ? ഇതെല്ലാം മറന്ന് മരിക്കാൻ ഒരുങ്ങിയെത്താൻ അതിന് കഴിയാതെ തിരിച്ചു വന്നെങ്കിലേ അറിഞ്ഞോ അറിയാതെയോ ഇതിന് പിന്നിൽ നമ്മുടെ മക്കളുടെ പ്രാർത്ഥനയാ. നമ്മുടെ മക്കളുടെ പ്രാർത്ഥന. വിഷ്ണുട്ട, ഇനി അങ്ങനെ തന്നെ ആവുകയും വേണം. ഇല്ലെങ്കിൽ തകരുന്നത് പലരുടെയും ജീവിതം. സത്യന്റെ മകളാണെന്ന് വിശ്വസിക്കാനായിരുന്നു എന്റെ മനസ്സിനെ ഞാൻ പഠിപ്പിച്ചിരുന്നു. പക്ഷെ എന്റെ പപ്പി താനെന്നെ എല്ലാ അർത്ഥത്തിലും തോപ്പിച്ച് കളഞ്ഞില്ലടോ. തോപ്പിച്ച് കളഞ്ഞില്ല. മറ്റുള്ളവർക്ക് വേണ്ടി ജീവിച്ച് നമ്മളിപ്പോ എവിടെയാണ് എത്തി നിൽക്കണേ? മരണത്തിന് മുന്നിൽ എടി, സ്വന്തം ജീവിതം തകർത്തെറിച്ച് മറ്റുള്ളവരുടെ ജീവിതം കെട്ടിപ്പടുക്കാൻ പോയപ്പോ നീ ഓർത്തില്ല ഇതുപോലെ മരണത്തെ മുഖാമുഖം കാണേണ്ടി വരുമെന്ന്. എന്നിട്ട് എന്ത് നേടി? എന്താ നേടിയേ? ആർക്കൊക്കെ വേണ്ടിയിട്ടാണോ നമ്മൾ നമ്മുടെ ജീവിതം ഇല്ലാണ്ടാക്കിയേ അവർക്കൊന്നും ഇപ്പൊ ജീവിതം ഇല്ല. അറിയോ, ശ്യാമി രോഹിത് ഒരിക്കലും ഒന്നിക്കാൻ പറ്റാത്ത വിധം അകന്നു കഴിഞ്ഞു. അവർക്കിടയിൽ പെട്ടുപോയ നമ്മുടെ മോളുടെ ജീവിതം അവളെ തിരിച്ച് നമ്മുടെ അടുത്തേക്ക് എത്തിക്കണ്ടേ? അവള് ജീവിക്കേണ്ടത് രോഹിത്തിന്റെ ശ്യാമയുടെ മകളായിട്ടല്ല, ആണോ? എന്റെ നിന്റെ മകളായിട്ടാ. ഈ വിഷ്ണുവിന്റെ ശാലിയുടെ മകളായിട്ടല്ലേ? ഇത്രയും പ്രശ്നങ്ങൾ നമുക്കിടയിൽ ഉണ്ടാക്കി വെച്ച് രക്ഷപ്പെടാൻ നോക്കിയ ഏത് ദൈവ അതിന് കൂട്ടു നിൽക്കുക? നമ്മുടെ പപ്പയെ കൊണ്ട് അമ്മയെന്നൊന്ന് വിളിപ്പിക്കണ്ടേ? അത് കേൾക്കാനുള്ള ആഗ്രഹം തനിക്കില്ലേ? ഇല്ലേ? ഇതെല്ലാം മറന്ന് മരിക്കാൻ ഒരുങ്ങിയെത്താൻ അതിന് കഴിയാതെ തിരിച്ചു വന്നെങ്കിലേ അറിഞ്ഞോ അറിയാതെയോ ഇതിന് പിന്നിൽ നമ്മുടെ മക്കളുടെ പ്രാർത്ഥനയാ. നമ്മുടെ മക്കളുടെ പ്രാർത്ഥന. നമ്മൾ ഒത്തുചേരണമെന്നും ഒന്നിച്ച് താമസിക്കണമെന്നുള്ള ഈശ്വരന്റെ ഉറച്ച തീരുമാനം, അതൊന്നുകൊണ്ട് മാത്രമാണ് നീ എന്റെ മുമ്പിൽ ജീവനോടെ നിൽക്കുന്നത്. കൃഷ്ണേട്ടാ, എന്നോട് ക്ഷമിക്ക്. പെട്ടെന്ന് വിഷ്ണുട്ടനെ അങ്ങനൊക്കെ കേട്ടപ്പോ ഞാൻ എന്നെ തന്നെ മറന്നുപോയി. നമ്മുടെ കുഞ്ഞുങ്ങളെ ഞാൻ അവരെ മറന്നുപോയി. മരിക്കണമെന്ന് വിചാരിച്ച് തന്നെ ഞാനിവിടെ വന്നത്. പക്ഷെ മരണത്തിന് തൊട്ട് മുമ്പുള്ള ഒരു നിമിഷം ഉണ്ടല്ലോ, അവിടെ ഞാൻ മനസ്സിലാക്കി
അപ്പൊ ഞാൻ മനസ്സിലാക്കി എനിക്ക് മരിക്കാനാവില്ല. എന്റെ വിഷ്ണുവേട്ടനെയും നമ്മുടെ കുഞ്ഞുങ്ങളെയും മനസ്സിൽ നിന്ന് പറിച്ചുകളെ ഞാൻ ശ്രമിക്കുകയും ചെയ്തതാ. വിഷ്ണുവേട്ട, പക്ഷെ ഞാൻ മനസ്സിലാക്കി എന്നെ കൊണ്ട് ഇതിന് കഴിയില്ല വിഷ്ണുവേട്ട. കാരണം എന്താണെന്നറിയോ? ഞാൻ നിങ്ങളെയൊക്കെ എങ്ങനെയൊക്കെ മറക്കാൻ ശ്രമിക്കുന്നു. അതിന്റെ ഒരു 100 ഇരട്ടി ശക്തിയില്ല നിങ്ങൾ എന്റെ മനസ്സിലേക്ക് തിരികെ വരുന്നത്. എന്തെല്ലാം പ്രതിബന്ധങ്ങളും കഷ്ടപ്പാടുകളും ഉണ്ടായിരുന്നപ്പോഴും ഞാൻ അതിനെല്ലാം നേരിട്ടിട്ടുണ്ട്. കാരണം അതെല്ലാം തരണം ചെയ്യുന്നുള്ള എന്റെ ഒരു ആത്മവിശ്വാസം അത് തന്നെയായിരുന്നു എന്റെ ജീവവായു. വിഷ്ണുവേട്ടൻ അറിയാലോ, ഇല്ലായ്മയിൽ നിന്ന് ഞാൻ IAS എടുത്തത്. ആഗ്രഹിച്ചപ്പോ പലരും പറഞ്ഞു ചായക്കടക്കാരിക്ക് IAS ആവാൻ പറ്റുമെന്ന്. ആ പറഞ്ഞവർക്ക് മുന്നിൽ IAS ആയി വന്നു നിന്ന് കാണിച്ചു കൊടുത്തു. വിഷ്ണുവേട്ടൻ അറിയാലോ, ജനിപ്പിച്ച അച്ഛൻ പോലും ഉപേക്ഷിച്ചു പോയപ്പോ എല്ലാവരും മാറി നിന്നപ്പോ 8 പൊട്ടും തിരിയാത്ത 3 പെൺമക്കളെയും കൊണ്ട് കുടുംബത്തിന്റെ 2 അറ്റവും കൂട്ടിമുട്ടിക്കാനായി ചായക്കട നടത്തിയിരുന്ന ശാരദയുടെ മകള് എങ്ങനെ IAS കാര്യാവെന്ന് ചോദിച്ചവർക്കും പരിഹസിച്ചവർക്കും മുമ്പിൽ ജയിച്ച് കാണിക്കണമെന്നുള്ള ഒരു വാശിയായിരുന്നു. ആ വാശി ഉണ്ടായത് എന്റെ ഒരു ആത്മവിശ്വാസം കൊണ്ട് മാത്രം. പക്ഷെ ആ ഒരു ആത്മവിശ്വാസം അല്പം മുമ്പ് എന്നെ തോൽപ്പിച്ചു കളഞ്ഞത്. മരിക്കാനായി ഇറങ്ങിയത് എന്നെ വിഴുങ്ങാൻ വന്ന തെരയെ ഞാൻ മുഖാമുഖം കണ്ടതുവാ. പക്ഷെ അവിടെ എനിക്ക് തൊട്ട് മുമ്പ് മരണത്തിലേക്ക് അറിഞ്ഞുകൊണ്ട് എടുത്ത് ചാടിയ ഒരു പെൺകുട്ടിയുടെ മരണവെപ്രാളം ഞാൻ ശരിക്കും എന്റെ കൺമുന്നിൽ കണ്ടു വിഷ്ണുവേട്ട. എന്റെ മുന്നിൽ കിടന്ന അവള് പെടഞ്ഞ് ശ്വാസം കിട്ടാതെ മരിച്ചത്. രക്ഷിക്കാനായി ശ്രമിച്ചപ്പോ തൊട്ടില്ലെന്ന മട്ടില് കടൽ തിരമാലകൾ എന്നിൽ നിന്നും പെൺകുട്ടിയെ വലിച്ചോണ്ട് പോയത്. ഡൗൺലോഡ് ചെയ്യൂ C5 ആപ്പ്. കാണൂ എല്ലാ എപ്പിസോഡുകളും സൗജന്യമായി.